ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ലോകരക്ഷകൻ്റെ രക്തം ഭൂമിയുടെ മാർവിലേക്ക് വീണ ദിവസം. ഒരു നല്ല ക്രിസ്ത്യാനിയുടെ ലക്ഷണം എന്തൊക്കെയാണ്? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പള്ളി വിട്ട് മാറാതെ നിൽക്കുന്നതൊക്കെ ഒരു നല്ല ക്രിസ്ത്യാനിയുടെ ലക്ഷണം തന്നെയാണ്. എങ്കിൽ ഏറ്റവും നല്ല ക്രിസ്ത്യാനി ആരാണ്? ഇന്നത്തെ ദിവസം നമ്മുടെ വായനകളിലൊക്കെ കണ്ണൊടുക്കുന്ന ഒരു മനുഷ്യനില്ലേ? യൂദ. കർത്താവിൻ്റെ ശിഷ്യനാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന സന്തത സഹചാരി, അത്ഭുതം പ്രവർത്തിക്കാൻ കൂടെ ഉണ്ടായവൻ, ഭക്ഷണത്തിന് കൂടെ ഇരുന്നവൻ, രോഗികളെ സൗഖ്യമാക്കിയ സമയത്തും ഉള്ളവൻ, സുവിശേഷ പ്രഘോഷണത്തിലും കർത്താവിൻ്റെ കൂടെ ഉള്ളവൻ, എപ്പോഴും തമ്പുരാൻ്റെ കൂടെ നടന്നവൻ. നല്ല ക്രിസ്ത്യാനിയായിരുന്നോ? അവസാനം വരുമ്പോൾ ഒറ്റ കൊടുത്ത് തൂങ്ങിച്ചാകുന്നതുവരെ അവൻ്റെ ജീവിതം നല്ലതായിരുന്നോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായിരിക്കുന്ന പ്രകടനങ്ങൾ മാത്രമാണോ നമ്മുടെ വിശ്വാസമുള്ളൂ? ഇതെല്ലാം വേണം, സത്യമാണ്. പക്ഷെ ഉള്ളത്തിൽ ക്രിസ്തു ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിച്ച് യൂദ ഇരുട്ടിലേക്ക് പോയി എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുക. ഇന്നലെ പെസഹയായിരുന്നു. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നമ്മുടെ സഞ്ചാരം വീണ്ടും ഇരുട്ടിലേക്കാണോ വെളിച്ചത്തിലേക്കാണോ? ശാന്തമായി ചിന്തിക്കണം. യൂദായും ശരീരം ഭക്ഷിച്ചവൻ ഇരുട്ടിലേക്ക് പോയെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? നല്ല ക്രിസ്ത്യാനികളായി, ഉള്ളത്തിൽ ക്രിസ്തു ഉള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവിന് കാരണമായി തീരട്ടെ. രക്ഷകൻ മരണപ്പെട്ടതും നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ജീവിതം അവന് വേണ്ടിയിട്ടാകട്ടെ. അവൻ കാണിച്ചതായിരിക്കുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ടാവട്ടെ. ആമേൻ.